മണി വാർത്ത തുടങ്ങുന്നു. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. അനന്തു കൃഷ്ണന്റെ തട്ടിപ്പുകളിൽ നിലയ്ക്കാത്ത പരാതി പ്രവാഹം. അന്വേഷണം ഇന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ആരോപണ നിഴലിലുള്ള സായിഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ എവിടെയെന്ന വിവരമില്ല. തട്ടിപ്പിനിരകൾ എല്ലാ ജില്ലകളിലും. കളമശ്ശേരി സുവിശേഷ വേദിയിലെ സ്ഫോടന കേസിൽ വഴിത്തിരിവ്. ബോംബ് നിർമ്മിച്ച രീതി പ്രതി ഡൊമിനിക് മാർട്ടിൻ വിദേശത്തേക്ക് അയച്ചതായി കണ്ടെത്തൽ. വിദേശ നമ്പറിലേക്ക് അയച്ചത് ചിത്രങ്ങൾ സഹിതമുള്ള സന്ദേശം. ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം തുടങ്ങി. കിഫ്ബി റോഡിലെ യൂസഫി നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകും. ഭൂനികുതിയിലെ വർധനവും പ്രതിപക്ഷം ഉന്നയിക്കും. ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് അംഗീകാരം നൽകാൻ പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരും. ഡൽഹി മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകും. പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്ന ശേഷമെന്ന് ധാരണ. പർവേഷ് വർമ്മയ്ക്ക് പുറമെ മഞ്ജീന്ദർ സിംഗ്, രേഖ ഗുപ്ത, കപിൽ മിശ്ര എന്നിവരും പരിഗണനയിൽ. എംഎൽഎമാരുമായി ചർച്ച പൂർത്തിയാക്കി ബിജെപി നേതൃത്വം. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ തേടി ബിജെപി. ബിരേൻ സിംഗ് രാജിവെച്ചത് ഇന്നലെ വൈകിട്ട്. രാജി കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കെ ഗവർണർ അജയ് ഭല്ല ഇന്ന് ഡൽഹിയിലേക്ക്. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാനും സാധ്യത. തൃശൂർ CPM ജില്ലാ സമ്മേളനത്തിലും സർക്കാരിന് കുറ്റപ്പെടുത്തൽ. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചെന്ന പ്രതിനിധികൾ. പെൻഷൻ തുക കൂട്ടിയില്ല. കരുവന്നൂർ ക്രമക്കേട് കാരണം ജില്ലാ നേതാക്കൾ. രണ്ടാം പിണറായി സർക്കാർ പോരെന്നും പൊതുചർച്ചയിൽ വിമർശനം. മുസ്ലിം ലീഗിൽ മാറ്റത്തിന്റെ സൂചന നൽകി PK ഫിറോസ്. വനിതാ പ്രാതിനിധ്യം കൂട്ടും. അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വനിതകൾ മത്സരിക്കുമെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ന്യൂസ് 18 Q18-ൽ. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്ന് യാത്ര തിരിക്കും. വൈകിട്ട് പാരീസിലെത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. വാഷിംഗ്ടണിൽ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച വ്യാഴാഴ്ച. വെള്ളറടയിൽ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ബ്ലാക്ക് മാജിക് എന്ന സംശയം ബലപ്പെടുന്നു. സ്ഥിരീകരിക്കാൻ പോലീസ് അന്വേഷണം. പ്രജിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ നീക്കം. കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിൻ ബോംബ് ഉണ്ടാക്കിയ രീതി വിദേശ നമ്പറിലേക്ക് അയച്ചിരുന്നു എന്ന് കണ്ടെത്തൽ. ചിത്രങ്ങൾ സഹിതമാണ് അയച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം നടത്തുകയാണ് ഇപ്പോൾ പോലീസ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്താക്കിയതിലുള്ള പ്രതിഷേധമാണ് അങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കുന്നതിലേക്കും അത് അവിടെ കൊണ്ടുചെന്ന് വെക്കുന്നതിലും ഒക്കെ എത്തിച്ചതെന്നൊക്കെയായിരുന്നു ഡൊമിനിക് മാർട്ടിന്റെ അന്നത്തെ വിശദീകരണം. പക്ഷേ ഇതിപ്പോൾ വളരെ വളരെ ദുരൂഹമാണ്. ഒരു വിദേശ നമ്പറിലേക്ക് ബോംബ് ഉണ്ടാക്കുന്ന രീതി അയച്ചു എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു മാനം മാറുകയാണോ? അങ്ങനെ വേണം ശ്രീജ അനുമാനിക്കാൻ. കാരണം 8 പേർ കൊല്ലപ്പെട്ട കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിലാണ് ഈ നിർണായക തെളിവുകൾ പുറത്തു വരുന്നത്. ഈ യഹോവ സാക്ഷികൾ എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ അംഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ തയ്യാറാക്കിയ ബോംബിന്റെ നിർമ്മാണ രീതിയും അതിന്റെ ചിത്രങ്ങളുമാണ് വിദേശ നമ്പറുകളിലേക്ക് അയച്ചു നൽകിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തം 3 നമ്പറുകളിലേക്കാണ് ചിത്രം അയച്ചിട്ടുള്ളത്. അതിലൊന്ന് വിദേശത്തുള്ള നമ്പറാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഇതോടുകൂടി കണ്ടെത്തലിന്റെ ഭാഗമായിട്ട് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെക്കാലം ഇയാള് ഡൊമിനിക് മാർട്ടിൻ ഏറെക്കാലം ദുബൈയിലായിരുന്നു. ഇവിടെ വെച്ച് ബാഹ്യപ്രേരണ ലഭിച്ചേക്കാം എന്നൊരു സംശയം ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നെങ്കിലും അന്ന് വിശദമായ അന്വേഷണം ദുബായിയെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നില്ല. അതേസമയം UAE-യിൽ അതിന് വേണ്ട നിയമപരമായ അന്വേഷണം നടക്കാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇന്റർപോളിന്റെ സഹായം തേടേണ്ടി വരുന്ന സാഹചര്യം ഉള്ളത്. എന്തായാലും ഇയാളുടെ വിദേശ ബന്ധങ്ങളിൽ അന്വേഷണം വേണം.
വിദേശ ബന്ധത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും ഇത്തരത്തിൽ UAE നേരിട്ട് അന്വേഷിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ അത് നടന്നിരുന്നില്ല. അതുപോലെ തന്നെ ഫോൺ നമ്പർ ആരുടേത് എന്നും കണ്ടെത്താനായിട്ടില്ല. ഈ ബോംബ് സ്ഫോടന കേസിൽ ഒരാള് അതേ സ്പോട്ടിൽ വെച്ച് മരിക്കുകയും ബാക്കി 7 പേർ ആശുപത്രിയിൽ വെച്ച് പിന്നീട് മരിക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ആ സമയത്ത് ശ്രീജ പറഞ്ഞതുപോലെ തന്നെ കൂടി ഉൾപ്പെടുത്തിയില്ല, മാറ്റി നിർത്തി എന്നുള്ള കാരണങ്ങളൊക്കെ കൊണ്ടായിരുന്നു, വളരെ ബാലിശമായ കാരണങ്ങളൊക്കെ ആയിരുന്നു അന്ന് ഡൊമിനിക് മാർട്ടിൻ പോലീസിനോട് വെളിപ്പെടുത്തി ഇത്രയും വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെ നയിച്ചത് അങ്ങനെയാണ് എന്നായിരുന്നു ഡൊമിനിക് മാർട്ടിന്റെ വെളിപ്പെടുത്തൽ. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മാർട്ടിന്റെ വിദേശ ബന്ധം എന്താണ് എന്നതിലേക്കാണ് അന്വേഷണം പോകുന്നത്. എന്തിനാണ് സ്ഫോടനത്തിന് ശേഷം മാർട്ടിൻ ഈ ബോംബ് ഉണ്ടാക്കിയ രീതി, അല്ലെങ്കിൽ സ്ഫോടനത്തിന് മുൻപായിട്ട് തന്നെ ഈ ബോംബ് ഉണ്ടാക്കിയ രീതി ഒരു വിദേശ നമ്പറിലേക്ക് അയച്ചത് എന്നതിലാണ് ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതി പിടിയിൽ. വിദേശത്തായിരുന്ന പ്രതി ഷെജിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. പ്രതിയെ പോലീസിന് കൈമാറും. ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഏതാണ്ട് 1 വർഷത്തിന് ശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അപകടത്തിൽ ഈ കുട്ടിയുടെ മുത്തശ്ശി മരിക്കുകയും ഈ കുഞ്ഞ് കോമ സ്റ്റേജിലാവുകയും ചെയ്തത്. 1 വർഷത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലാവുന്നത്. എങ്ങനെയാണ് ഇയാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞത്? കഴിഞ്ഞ ഫെബ്രുവരി 17 വടകരയ്ക്ക് സമീപം ചോറോട് അമൃതാനന്ദമയ മഠം ബസ് സ്റ്റോപ്പിൽ അപകടമുണ്ടായത്. രാത്രി 9 മണിയോടുകൂടി ബന്ധുവീഴ്ചയിലേക്ക് പോകാനായി ബസ് ഇറങ്ങി റോഡ് മുറിച്ചിടക്കുന്നതിനിടെ വെള്ള നിറത്തിലുള്ള 6 കാർ ഇരുവരെയും വീഴ്ത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആ കാർ നിർത്താതെ പോവുകയും ചെയ്തു. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചെങ്കിലും ഏത് കാറാണ് ഇടിച്ചു വീഴ്ത്തിയത് എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ പോലീസിന് ലഭിച്ചിട്ടില്ല. ആ മുത്തശ്ശി ആ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും പിന്നീട് റിസാന എന്ന കുട്ടി മാസങ്ങളോളം കോമ സ്റ്റേജിൽ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിക്കുകയും കിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പോലീസ് ഇതിനിടയിലൊക്കെ അന്വേഷണം നടത്തുമെങ്കിലും കാരണത്തിന് യാതൊരു തുമ്പും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. പിന്നീട് ഈ ഇൻഷുറൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളാണ് ഈ പ്രതി ഷെജിലിലേക്ക് എത്തിപ്പെടാൻ പോലീസിനെ സഹായിച്ചത്. അപകടം നടന്ന ശേഷം ഈ CCTV ദൃശ്യങ്ങൾ ഇല്ലാത്ത വഴിയിലൂടെ ഷെജില് പോവുകയും ഭാര്യ വീട്ടിലെത്തി അവിടെ കാറിട്ടു. പിന്നീട് കാറ് മതിലിൽ ഇടിച്ച് പരിക്ക് പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. ഇതിനായി 30,000 രൂപ ഇൻഷുറൻസിൽ നിന്നും ഷെജിൽ വാങ്ങുകയും ചെയ്തു. ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളാണ് ഈ ഷെജിലിനെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. ഈ അപകടമുണ്ടാക്കിയ ശേഷം പിന്നീട് ഷെജില് വിദേശത്തേക്ക് ജോലിക്ക് പോവുകയും ചെയ്തു. പ്രതിയെ ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചറിഞ്ഞ് പോലീസ് ബന്ധപ്പെട്ടെങ്കിലും ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. പിന്നീട് വാഹനമടക്കം പിടിച്ചെടുത്ത് വിശദമായ പരിശോധനകൾ ശാസ്ത്രീയമായി നടത്തിയപ്പോഴാണ് ഈ കാർ തന്നെയാണ് ഇടിച്ചതെന്ന് കണ്ടെത്തുകയും പിന്നീട് ഷെജില് ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തത്. നാട്ടിലേക്ക് മടങ്ങിയെത്തണമെന്ന ആവശ്യപ്പെട്ടെങ്കിലും അതിന് ആദ്യഘട്ടത്തിൽ തയ്യാറാവുകയുണ്ടായിരുന്നില്ല. പിന്നീടാണ് പോലീസ് പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള ചില ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ പ്രതി എത്തുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനും പ്രതിയെ ഇന്ന് വടകരയിൽ എത്തിക്കും. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമത്തിനിടെ യുവതി കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ സംഭവത്തിൽ ഉടമയുടെയും ജീവനക്കാരുടെയും കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. താമരശ്ശേരി കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത്. അനീഷ് തന്നെ വിവരങ്ങൾ നൽകും. അനീഷ്, ഈ കേസിൽ ഇയാൾ നിരന്തരമായി പെൺകുട്ടിയെ ശല്യം ചെയ്തതിന്റെ തെളിവുകളൊക്കെ അവരുടെ പക്കലുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസിന് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ആളില്ലാത്ത സമയത്ത് അങ്ങോട്ട് വന്ന് അതൊരു ബോധപൂർവമായ ആക്രമണ ശ്രമമാണോ എന്നതാണ് അറിയേണ്ടത്. പോലീസ് എന്താണ് ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കേസുമായി ബന്ധപ്പെട്ട 1-ാം പ്രതി, അതായത് ഈ ഹോട്ടൽ ഉടമയായ ദേവദാസ് കഴിഞ്ഞ ദിവസം പോലീസ് കുന്നംകുളത്ത് വെച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. അതിനുശേഷം താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൊട്ടടുത്ത ദിവസമാണ് കൂട്ടുപ്രതികളായ ഹോട്ടൽ ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവർ കോടതിയിൽ കീഴടങ്ങിയത്. അതിനുശേഷം അവരെ 2 പേരെയും റിമാൻഡിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ 3 പ്രതികളും റിമാൻഡിൽ കഴിയുകയാണ്. അവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം. ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. എന്തായാലും പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉള്ളത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് കോടതിയിൽ
പോലീസ് ബോധിപ്പിക്കും. കാരണം ഈ ദേവദാസിന്റെ മൊഴി മാത്രമാണ് ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മറ്റ് 2 പ്രതികൾക്ക് എന്താണ് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് കേൾക്കണം. ഒപ്പം ഈ 3 പേരുടെയും മൊഴികൾ തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 1-ാം പ്രതി ദേവദാസിനെ ആ സംഭവം അറസ്റ്റിലായ അന്ന് തന്നെ ഈ സംഭവം നടന്ന താമസ സ്ഥലത്ത് എത്തിച്ച് തെളിവ് ശേഖരണം നടന്നിരുന്നു. മറ്റു 2 പ്രതികളെയും അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 3 പേരെയും ഒന്നിച്ച് ഈ സ്ഥലത്തേക്ക് വീണ്ടും എത്തിച്ച് അന്ന് നടന്ന സാഹചര്യം വീണ്ടും പുനഃസൃഷ്ടിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്താണ് ഇവർ ഇങ്ങനെ ഈ വീട്ടിലേക്ക് രാത്രി 11-ഓടുകൂടി അതിക്രമിച്ചു കയറാൻ കാരണം എന്നതിനെ കുറിച്ച് തന്നെയാണ് അന്വേഷിക്കുന്നത്. പീഡന ശ്രമം മാത്രമാണോ അതോ ഈ പെൺകുട്ടിയെ എന്തെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്താനുള്ള ഉദ്ദേശം പ്രതികൾക്കുണ്ടോ എന്ന ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. വളരെ ആഴ്ചകളായി തന്നെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഈ യുവതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മോശം പെരുമാറ്റത്തെ കുറിച്ച് ഈ പ്രതിയുടെ ഭാര്യയോട് പറയുമെന്നടക്കം മുന്നറിയിപ്പ് ഈ യുവതി നൽകുകയും ചെയ്തിരുന്നു. അത്തരം ഒരു ഭീഷണി കണക്കിലെടുത്താണോ യുവതിയെ വകവരുത്താനോ അല്ലെങ്കിൽ മറ്റു കായികമായി നേരിടാനോ ആണോ പ്രതി എത്തിയത് എന്ന സംശയവുമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലൊക്കെ വളരെ വിശദമായ കാര്യങ്ങൾ ഈ പ്രതികളെ ഈ 2 പേരെ കൂടി ചോദ്യം ചെയ്യുന്നതിൽ നിന്നാവും വ്യക്തമാവുക. ശ്രീജ, അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. കേരളം മുഴുവൻ പരന്ന തട്ടിപ്പ്. പാതിവില തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണ്. പറവൂരിൽ മാത്രം പണം നഷ്ടമായത് 2200 പേർക്കാണ്. ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികളെ വിശ്വസിച്ച് പണം നൽകിയതാണ് ഇവരധികം പേരും. നഷ്ടമായ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കൈക്കുഞ്ഞുമായി പ്രതിഷേധത്തിനെത്തിയ ചെറായി സ്വദേശിനി ശ്രവണയൊക്കെ അവരിൽ ഒരാൾ മാത്രമാണ്. തയ്യൽ പഠിക്കുന്നതിനാണ് ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറിയായ CG മേരിയെ ചെറായി സ്വദേശിനി ശ്രവണ പരിചയപ്പെടുന്നത്. അവിടെ നിന്നുമാണ് പാതിവിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന കാര്യം അറിയുന്നതും. 2 വീലർ വാങ്ങണമെന്ന ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചു. ഇതിനു പിന്നിൽ തട്ടിപ്പുണ്ടാകുമെന്ന് ഭർത്താവ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ കൂട്ടുകാരിക്ക് 2 വീലർ ലഭിച്ചതോടെ വിശ്വസിച്ചു. മാല പണയം വെച്ച് 62,000 രൂപ ജനസേവാ സമിതി ട്രസ്റ്റിന് കൈമാറി. പിന്നീടാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാകുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞും രോഗബാധിതയായ അമ്മയും. പണം എന്ന് തിരിച്ചു കെട്ടുമെന്നറിയാതെ നിസ്സഹായരായിരിക്കുകയാണ് ഇരുവരും. 62,000 രൂപ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി കൊടുത്തിട്ട് ഇവർ ഓരോ ഡേറ്റ് പറഞ്ഞ് കാണാതെ വെച്ചു. അപ്പോൾ പക്ഷേ ഇത് 3 കഴിഞ്ഞപ്പോൾ കൊച്ചിന് 6 മാസം കഴിഞ്ഞിട്ടും ഈ പൈസയുടെ കാര്യമില്ലല്ലോ. വിളിക്കുമ്പോൾ ഇവർ പറയും തരാതെ ഇപ്പം അടുത്ത മാസം ടോക്കൺ തരാം, അതാണ് ഇതാണ് ഇനി നിങ്ങളുടെയൊക്കെയെന്ന് പറയും. പിന്നെ കുറേ ദിവസം അങ്ങനെ വിളിച്ച് ഞാൻ ആഴ്ചയിൽ വിളിപ്പിക്കുമായിരുന്നു. വിളിക്കുന്നു വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ മരുമകൾ പറഞ്ഞ പേപ്പറിൽ ഇങ്ങനെ കണ്ടല്ലോ, നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, ഇതാണ് അതൊരു ഇത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് പേപ്പറിൽ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഡെയിലി വിളിച്ചിട്ട് പിന്നെ ഇവർ എടുക്കാതെ അതുവരെയൊക്കെ എടുക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, എടുത്ത് വർത്താനമൊക്കെ പറയുമായിരുന്നു. പൈസ നമ്മയുള്ള കെട്ടുതാലിയും വേണമെന്ന് വെച്ചാണെങ്കിൽ പൈസ കൊടുത്തു. നമുക്ക് അതിനിടയ്ക്ക് ആസ്പത്രി കേസുകളൊക്കെ വന്ന് കാശിന് ഭയങ്കര ടൈറ്റ് എന്ന് വെച്ചാൽ 2500 രൂപയുടെ സ്കൂൾ ബാഗ് 1000 രൂപയ്ക്ക് ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. പറവൂരിൽ മാത്രം 2200 പേരാണ് പണം നൽകിയത്. 535 പരാതികൾ ലഭിച്ചു. ഈ മാസം 14 മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതായി പരാതിക്കാരുടെ അഭിഭാഷകൻ. മുഴുവൻ പരാതിക്കാരെയും ഒരുമിച്ച് കൂട്ടാന്നുള്ള നമ്മുടെ പ്രധാന ഉദ്ദേശം. 2200 പേരാണ് പറവൂര് നിയോജകമണ്ഡലത്തിൽ മൊത്തം ഈ ആവശ്യത്തിന് വേണ്ടി പകുതി വിലയ്ക്ക് വാഹനം കിട്ടുന്നുള്ള ആവശ്യത്തിലേക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ സ്റ്റേഷനിൽ ഏകദേശം 675 പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 1500ഓളം പരാതികൾ സ്റ്റേഷനിലേക്ക് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് ഫെബ്രുവരി 14-ാം തീയതിക്ക് മുമ്പ് അനന്തകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്മിറ്റിയും ആ ജനസേവാ ട്രസ്റ്റും എല്ലാം ഉൾപ്പെടെയുള്ളവർ അതിനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അന്ന് നടന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് ഇവിടെ ഒരു ഫോറം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോറം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് സിവിൽ ലിറ്റിഗേഷനായിട്ടും അല്ലാണ്ട് അല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളായിട്ട് തന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത്. പറവൂരിൽ ഇനിയും പരാതികൾ ഉയരുമെന്നാണ് വിവരം. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പിൽ കിട്ടിയ പണം സ്വന്തം പേരിൽ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയും അനന്തകൃഷ്ണൻ മറിച്ചെന്ന് പോലീസ്. കൊച്ചിയിൽ സോഷ്യൽ ബി എന്ന പേരിലുള്ള സ്വന്തം കമ്പനിയുടെ അക്കൗണ്ടിലേക്കും അനന്തകൃഷ്ണൻ പണം വകമാറ്റി. മറ്റ് ജില്ലകളിലും ഇതുപോലെ സ്വന്തം സ്ഥാപനങ്ങൾ അനന്തകൃഷ്ണൻ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. പാതിവില തട്ടിപ്പിൽ കിട്ടിയ കോടിക്കണക്കിന് രൂപയാണ് സോഷ്യൽ ബിയുടെ അക്കൗണ്ടുകളിലൂടെ മറിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊച്ചി ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത സോഷ്യൽ ബി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്.
അനന്തുകൃഷ്ണന്റെയും രാധാകൃഷ്ണൻ എന്ന ആളുടെയും പേരിലാണ് സ്ഥാപനം രൂപീകരിച്ചത്. അനന്തുകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെ സോഷ്യൽ ബിയുടെ ഓഫീസ് പൂട്ടിയ നിലയിലാണ്. എന്നാൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും ക്രൈംബ്രാഞ്ച് ഇതുവരെ അന്വേഷണം ഏറ്റെടുത്തിട്ടില്ല. 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെയും 5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെയും സാമ്പത്തിക അന്വേഷണ വിഭാഗം അന്വേഷണ ചുമതല ഏറ്റെടുക്കേണ്ടതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുമെന്ന ധാരണയിൽ ജില്ലകൾ തോറുമുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പല പരാതികളിലും കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 കൊച്ചി. പാതിവില തട്ടിപ്പിൽ മലപ്പുറം പൊന്നാനി മാറഞ്ചേരിയിലും പരാതികൾ ഉയരുന്നു. മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ കൂടിയായ ബക്കറുടെ നേതൃത്വത്തിലുള്ള ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് ആക്ഷേപങ്ങൾ. പകുതി വിലയ്ക്ക് AC, ലാപ്ടോപ്പ്, സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ബക്കർ ചെയർമാനായിട്ടുള്ള ഹരിയാലി ഫൗണ്ടേഷൻ 2 ഘട്ടങ്ങളിലായി നിരവധി പേർക്ക് തയ്യൽ മെഷീനും സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളുമെല്ലാം നൽകിയിരുന്നു. ഇതുകൂടി കണ്ടതോടെ കൂടുതൽ ആളുകൾ പണം നൽകാൻ തയ്യാറായി. 100-ലേറെ പേർക്ക് സാധനങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. 3 കോടിയോളം രൂപയുടെ സാധനങ്ങളാണ് ഇനി മേഖലയിൽ നൽകാനുള്ളത്. അപ്പം പകുതി വിലക്കെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2400 രൂപ ഒക്ടോബർ മാസത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാർച്ച് സമയത്ത് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ മെസ്സേജ് വരുന്നതിനനുസരിച്ച് ഞങ്ങൾ പകുതിയായിട്ടുള്ള മാറഞ്ചേരിയിലുള്ള ഒരു ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് 22,000 രൂപ, ഞാൻ 44,000 AC ആണ് അപ്ലൈ ചെയ്തിരുന്നത്. അതിൽ 22,000 രൂപ അടച്ച്. പിന്നീടാണ് ആൾ പറയുന്നത് മാർച്ചിൽ കിട്ടില്ല, മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴാവും നമുക്ക് ലഭിക്കുക, കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീ തിരിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. വാർഡ് മെമ്പർ ഈ ഹരിയാലി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വാർഡ് മെമ്പർ തന്നെ അദ്ദേഹം ഇതിൻ്റെ 1-2 വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അവിടെ വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, അതായത് ഈ അനന്തകൃഷ്ണൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതുകൊണ്ട്, അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുത്ത ഫണ്ടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഗൃഹോപകരണങ്ങളോ കിട്ടാനുള്ള കാലതാമസം എടുക്കും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം തന്നെ ഗ്രൂപ്പുകളിലൊന്നും അദ്ദേഹം ഇതൊരു തട്ടിപ്പാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സ്പീച്ച് നടത്തുന്നില്ല. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ 20ഓളം പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഹരിയാലി ഫൗണ്ടേഷനെതിരെയാണ് പരാതികൾ. ഇതിനു പുറമെ ബക്കർ നൽകിയ പരാതിയിൽ അനന്തകൃഷ്ണനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതലായി വെളിവാക്കപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ പരാതികളുമായി പോലീസ് സ്റ്റേഷനിലെത്തുമെന്ന് ഉറപ്പാണ്. ന്യൂസ് 18 മലപ്പുറം. പാതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിൽ നിലമ്പൂരിൽ പരാതി പ്രളയമാണ്. ഇതുവരെ 97 പരാതികളാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. പരാതിയുമായി മുന്നോട്ട് വരാത്തവർ ഇനിയും ഏറെയാണ്. നിലമ്പൂരിൽ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെയാണ് പരാതികളെല്ലാം. പരാതികൾ ഉയർന്നതോടെ ട്രസ്റ്റിന്റെ ചെയർമാൻ ബിനോയ് തോട്ടത്തിൽ ഒളിവിൽ പോയി. പോലീസിന് ലഭിച്ച പരാതികൾ പ്രകാരം ഇതുവരേക്കും 38 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. ഇരുചക്രവാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനുമെല്ലാം പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചവരാണ് പണം മുടക്കിയവരിൽ ഏറെയും. ഇതിൽ അധികവും വീട്ടമ്മമാരാണ്. ബിനോയ് പറഞ്ഞ ആളെ ഞങ്ങള് ഫോൺ വിളിച്ചപ്പോ, നിരന്തരം വിളിച്ചപ്പോ ഇയാള് ഫോൺ എടുക്കണില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾക്ക് വണ്ടി ഇനി വേണ്ട, ഞങ്ങൾക്ക് പൈസ മതി എന്ന നിലയ്ക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്കല്ല, ഞാൻ ഇവിടെ നാട്ടിലില്ല, നമ്മൾ എല്ലാരോടും വന്നിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു. CSR തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണനെതിരെയും ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് തോട്ടത്തിനെതിരെയുമാണ് നിലമ്പൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. PV അബ്ദുൽ വഹാബ് MP ചെയർമാനായിട്ടുള്ള NGO JSSഉം അനന്തകൃഷ്ണനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. 40 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണന് ഇവർ നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് JSS ഡയറക്ടർ ഉമർ ഗോയ നിലമ്പൂർ പോലീസിന് നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇത്രയേറെ വ്യാപ്തിയുള്ള തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് പോലീസ് ആലോചിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന് കൈമാറി DGP ഇന്ന് ഉത്തരവിറക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ക്രൈംബ്രാഞ്ച് ADGPയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിപുലമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന അനന്തുവിനെ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി VV അരുണും ഒപ്പം ആജ്ഞ രവീന്ദ്രനും ചേരുന്നു. ആദ്യം അരുണിലേക്ക്. അരുൺ, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നായി ഇത് മാറുകയാണ്. ഓരോ ദിവസം വരുന്നതും അത്രയേറെ പരാതികളാണ്. ഈ സാഹചര്യത്തിൽ ഈ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്? സർക്കാർ എത്രത്തോളം ഗൗരവത്തോടെയാണ്? കാരണം
വിവിധ ഭാഗങ്ങളിൽ പലരുടെയും വിശ്വാസം ആർജിച്ചാണ്. അതിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉണ്ടല്ലോ. ആ സാഹചര്യത്തിൽ എങ്ങനെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഇപ്പോൾ ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം? ശ്രീജ, ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നതതല അന്വേഷണം ഉണ്ടാകും. ADGP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണ സംഘം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കേസാണ്. ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. ഓരോ ജില്ലയിലും നൂറുകണക്കിന് കേസുകൾ ഉയർന്നു വരുന്നു. ഒരു ദിവസവും പുതിയ കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ ഒരു ADGP ഏകോപിപ്പിക്കും. ക്രൈംബ്രാഞ്ചിനാകും അന്വേഷണത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല. നേരത്തെ ഇതൊരു സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം മാത്രം മതി എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അതിന് അങ്ങനെയല്ല, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം ഉണ്ടാകും. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കും. ഇന്ന് ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവിറങ്ങാനാണ് സാധ്യത. നിയമസഭ ചെയ്ത സമയമായതുകൊണ്ട് തന്നെ സർക്കാർ വലിയ ഗൗരവത്തോടെ കാണുന്നുണ്ട്. കൂടുതൽ പരാതികൾ ലഭിക്കുമെന്ന വിലയിരുത്തലും പോലീസിൽ നിന്ന് വരുന്നുണ്ട്. ഇത് ഏതെല്ലാം തരത്തിലാണ്, ആർക്കൊക്കെയാണ് ഈ പണം കൈമാറിയതെന്ന കാര്യം കൂടി അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പേരും ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞു കേൾക്കുന്നുണ്ട്. സാമ്പത്തിക സഹായം നൽകിയതും ഇയാൾക്ക് വിശ്വാസം ഉണ്ടാക്കിയതും ഒക്കെ ഈ ബന്ധപ്പെട്ട കാര്യം അന്വേഷിക്കും. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പോലീസ് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലൂടെ ഒരു വ്യക്തമായ തെളിവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വിപുലമായ ഒരു അന്വേഷണ സംഘത്തിന് ഇന്ന് തന്നെ സർക്കാർ രൂപം കൊടുക്കും. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നിപ്പോൾ ഇയാളെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമാണ്. അതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ വരുന്നത്. ഈ അനന്തു ഇത്രയേറെ പൈസ എന്തിനാണ് ചെലവാക്കിയിരുന്നത്? അത് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ ഇയാളുടെ ഒരു ആഡംബര ജീവിതത്തിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഡിസംബറിൽ മാത്രം 7 ലക്ഷത്തോളം രൂപ യാത്രയ്ക്കും താമസത്തിനും. എന്താണ് ഈ യാത്രോദ്ദേശം എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? ശ്രീജ, ഇതിലൂടെ സമാഹരിച്ച പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിലെ ഒരു നല്ലൊരു ഭാഗവും അനന്തു ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവുകളാണ് പുറത്തു വരുന്നത്. പനമ്പള്ളി നഗറിലുള്ള കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ അക്കൗണ്ട് ബ്രാഞ്ചിലുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പുറത്തു വരുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ ഒരു മാസം, അതായത് കഴിഞ്ഞ ഡിസംബറിൽ മാത്രം ചെലവഴിച്ച 7 ലക്ഷം രൂപയാണ്. കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് 6 തവണയാണ് അനന്തു വിമാനയാത്ര നടത്തിയിട്ടുള്ളത്. അതിനായി ഏകദേശം 4 ലക്ഷത്തിനടുത്ത് രൂപ അതിന് ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ ആഡംബര ഹോട്ടലുകളിലാണ്, അതായത് ഒരു ദിവസം 25,000 രൂപ വരെ റെന്റ് വരുന്ന ആഡംബര 5 നക്ഷത്ര ഹോട്ടലുകളിലാണ് അനന്തു താമസിച്ചിരുന്നത്. ഈ ഒരു അതും ഏകദേശം 3 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. എന്താണ് ഈ അനന്തു ഈ ഒരു മാസത്തിനുള്ളിൽ ഇത്രയധികം കൊച്ചി ടു ഡൽഹി എന്നുള്ള തരത്തിൽ യാത്ര നടത്തിയത് എങ്ങനെയാണ്? ആ ഒരു സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനന്തുവിനിപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അനന്തുവിന്റെ മാത്രം ആ യാത്ര ആയിരുന്നു അതെന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടുകളിൽ, അതായത് അനന്തു ഇതിനു വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കിയെന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. കൊച്ചിയിൽ ആണ് ആ കമ്പനിയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഇന്ന് വാർത്ത ചെയ്തിരുന്നതുമാണ്. അതുമായി ബന്ധപ്പെട്ട് അതായത് സോഷ്യൽ ബി കഴിഞ്ഞ ദിവസം പോലീസ് പൂട്ടിയിരുന്നു. ഇതിന്റെ അക്കൗണ്ടുകളിലേക്കാണ് ഇതിന്റെ പേരിൽ, അത് സോഷ്യൽ ബിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടുകളിലേക്കാണ് ഇത് പണം മറിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 1-നും 31-നും ഇടയിൽ മാത്രമുള്ള കണക്കുകളാണ് ഈ വിമാനയാത്രയ്ക്കും 5 നക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കാൻ വേണ്ടി ഇത്രയും ചെലവഴിച്ചത് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഒരു ദിവസം, അതായത് ഡൽഹിയിലെ ലളിത് ഹോട്ടലിൽ മാത്രം ഒരു ദിവസം 1,97,000 രൂപ ചെലവഴിച്ചതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിലും 1-2 5 നക്ഷത്ര ഹോട്ടലുകളിൽ 10,000 രൂപ ചെലവഴിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ്ട് 21 അക്കൗണ്ടുകൾ അനന്തു സ്വന്തമായി കൈകാര്യം ചെയ്തിരുന്നു എന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി പുറത്തു വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മളിത് പറഞ്ഞിരുന്നു, അനന്തുവും രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ പേരിലാണ് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അനന്തുവിന്റെ സ്വന്തം പേരിൽ ഇത്തരം കമ്പനികൾ തുടങ്ങി അതിലേക്ക് പണം മറിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അത് മറ്റ് ജില്ലകളിലും ഇത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സോഷ്യൽ ബി മാത്രമേ ഉള്ളൂ ഉള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഏതായാലും അനന്തുവിനെ ഇന്ന് ഹാജരാക്കും. കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുന്ന മൂവാറ്റുപുഴ കോടതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ
ഒരുപക്ഷെ അല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട കാരണം കൂടുതൽ അന്വേഷണങ്ങൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ കേസുകൾ, കൂടുതൽ പരാതികൾ, കൂടുതൽ തെളിവുകളൊക്കെ അനന്തുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ സാഹചര്യത്തിൽ അനന്തുവിനെ വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടാൻ പോലീസ് അപേക്ഷ നൽകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇന്ന് അനന്തു കൃഷ്ണ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കും. കൊച്ചിയിൽ ഓഫീസിലും ഫ്ളാറ്റിലും എത്തിച്ചായിരിക്കും തെളിവെടുക്കുക. ഇന്നലെ ആ തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ നേടിയ പണം എവിടെയൊക്കെയാണ് എത്തിയത്, ആരുടെയൊക്കെ കയ്യിലെത്തിയെന്നതാണ് ഇനി അറിയേണ്ട കാര്യം. ജീവകാരുണ്യ രംഗത്ത് സജീവമായിരുന്ന സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാറിന്റെ കാര്യത്തിലും ഇപ്പോൾ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഒരു കപട മുഖമായിരുന്നു എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരികയാണിപ്പോൾ. സഹസ്ര കോടിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങളും ഉയരുന്ന ചോദ്യങ്ങളും പലതാണ്. കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ ഇത്രയും ദിവസം താമസിച്ചപ്പോൾ തന്നെ അത് ഒരു തെളിവ് നശിപ്പിക്കാൻ അവസരം ഒരുക്കുകയാണോ എന്ന സംശയവും ഉണ്ടാക്കിയിരുന്നു. ഉത്തരമില്ലാത്തൊരു ചോദ്യം പോലെ ഈ കേസ് അവസാനിക്കുമെന്ന് ആശങ്കപ്പെടുന്ന പണം നഷ്ടപ്പെട്ട സാധാരണക്കാർ ഒരുപാടാണ്. 27 വയസ്സ് മാത്രമുള്ള അനന്തു കൃഷ്ണൻ എന്ന ആൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ കഴിയുന്ന തട്ടിപ്പാണോ 1000 കോടിയുടെ കബളിപ്പിക്കൽ? സായി ഗ്രാമം ഡയറക്ടർ ആനന്ദകുമാർ വർഷങ്ങളായി പടുത്തുയർത്തിയ വിശ്വാസ്യത കാപട്യമായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പരാതികൾ വന്നു തുടങ്ങിയത് മുതൽ പിൻവലിഞ്ഞ ആനന്ദകുമാർ ഇപ്പോൾ എവിടെയെന്നു പോലും അറിയില്ല. കഴിഞ്ഞ 4 ദിവസമായി ശാസ്തമംഗലത്തെ വീട്ടിലേക്ക് പോലും എത്തുന്നില്ല എന്നാണ് വിവരം. അനന്തു കൃഷ്ണൻ ഉപയോഗിച്ചത് ആനന്ദകുമാർ സൃഷ്ടിച്ച നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന ചാരിറ്റബിൾ സംഘടനകളുടെ ശൃംഖലയാണ്. എന്താണ് കോൺഫെഡറേഷൻ എന്ന് പരിശോധിക്കാം. ആനന്ദകുമാർ ഡയറക്ടറായ സായി ഗ്രാമത്തിന് ടാറ്റ ഉൾപ്പെടെ നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സഹായം ലഭിച്ചിരുന്നു. 2 വർഷം മുൻപ് സംസ്ഥാനത്തെ ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റികളെയും സംഘടനകളെയും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ആനന്ദകുമാർ കോൺഫെഡറേഷൻ ആരംഭിച്ചു. ചെറിയ സംവിധാനങ്ങൾക്ക് സഹായം ലഭിക്കാൻ പ്രയാസമായതിനാൽ കോൺഫെഡറേഷന്റെ നേതൃസ്ഥാനത്തുള്ള സായി ഗ്രാമം ഫണ്ട് എത്തിക്കാം എന്നതായിരുന്നു വാഗ്ദാനം. 4-5 അന്തേവാസികൾ ഉള്ളതും സാമ്പത്തിക ശേഷി ഇല്ലാത്തതുമായ ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് ഈ വാഗ്ദാനം വലിയ അനുഗ്രഹമായി. എന്നാൽ ചതി പിന്നാലെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സൊസൈറ്റികളുടെ നടത്തിപ്പുകാരെയോ ജീവനക്കാരെയോ ആണ് സ്കൂട്ടർ തട്ടിപ്പിനുള്ളിൽ കോർഡിനേറ്റർമാരാക്കി മാറ്റിയത്. ലഭിച്ച ഉറപ്പ് വിശ്വസിച്ച് താഴെത്തട്ടിലെ സൊസൈറ്റിയിലെ പ്രതിനിധികൾ നാടുനീളെ പണം പിരിച്ചു. ഇപ്പോൾ വെട്ടിലായതും ഇതേ പ്രതിനിധികൾ. ആനന്ദകുമാറിന് തുടർച്ചയായി പണം നൽകിയിരുന്നു എന്നാണ് അനന്തു കൃഷ്ണന്റെ മൊഴി സത്യമെങ്കിൽ തട്ടിപ്പ് ആനന്ദകുമാർ അറിഞ്ഞായിരുന്നോ എന്നാണ് ഉയരുന്ന ചോദ്യം. അല്ലെങ്കിൽ അനന്തു കൃഷ്ണൻ ആനന്ദകുമാറിനെ വിദഗ്ധമായി പറ്റിക്കുകയായിരുന്നു. യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടത് സംസ്ഥാന അന്വേഷണ വിഭാഗങ്ങളാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലപ്പുറത്ത് അനന്തു കൃഷ്ണൻ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ വിശദീകരണവുമായി സൊസൈറ്റി രംഗത്ത് വരികയാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെയും അനന്തകൃഷ്ണന്റെയും വിശ്വാസ്യതയിലാണ് പണം നൽകിയതും തട്ടിപ്പിൽ കുടുങ്ങിയതും. 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ കിട്ടാനുണ്ടെന്നും സൊസൈറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി. ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും NGO അസോസിയേഷൻ എല്ലാ മീറ്റിങ്ങുകളും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട്. ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട്. അപ്പൊ അതുമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് NGO കോൺഫറൻസ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ. കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവർ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. ആരെയും വലിച്ചേക്കാനല്ല. നമ്മളെ സംബന്ധിച്ച് ഈ കേസിന്റെ ഒരു തീരുമാനം വേണം. കാരണം കേരളത്തിൽ 125 NGOs ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. അപ്പൊ ഇത് ഏത് പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരിതിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തരണം. കാരണം അതാണ് നമ്മൾ ആവശ്യം. അല്ലാതെ നമുക്ക് ഇതിൽ ആരും വലിച്ചെടുക്കാനോ ആരും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാജിവെക്കേണ്ടതുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഇരുന്നിട്ടോ അല്ല അത് ചെയ്യേണ്ടത്. കാരണം ഇവരെ പോലെ സാമൂഹിക പ്രതിബദ്ധമുള്ള ആൾക്കാർ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് അവരെ കണ്ടു വന്ന ആൾക്കാർ ഇവർ രാജിവെച്ച വിവരം ഇത് 125ഓളം സംഘടനകളുണ്ട് ഇവരെ കണ്ടിട്ട് വന്നേ. അവരാരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത് 6 മാസം മുന്നേ ഇത് അവർ രാജിവെച്ചു എന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ 3 മാസം മുന്നേയും 4 മാസം മുന്നേ പൈസ കൊടുത്ത ആൾക്കാരുണ്ട്.
ഇത് തട്ടിപ്പാണെന്നും ഇത് വേറെ രീതിയിലാണ് ഫോണ് അതിന്റെ പോക്ക് ശരിയില്ല എന്നുണ്ടെങ്കിൽ അവര് ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നോ ഒരുപാട് ആൾക്കാർ ഇന്ന് പിന്നെ രക്ഷപ്പെട്ടു പോയേനെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്ന സംഭവത്തിന് ബ്ലാക്ക് മാജിക് ബന്ധം. വെള്ളറട സ്വദേശി ജോസിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബം. കൊല നടത്തിയ പ്രജിന്റെ മുറിയിൽ നിന്ന് ദുരൂഹ വസ്തുക്കൾ കണ്ടെടുത്തു. ബിംബങ്ങളും ആയുധങ്ങളും കൂട്ടിയിട്ട നിലയിൽ മുടിയുമാണ് കണ്ടെടുത്തത്. മുറി പോലീസ് എത്തി സീൽ ചെയ്തു. പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ് 2 അതിഥി തൊഴിലാളികൾ മരിച്ചു. മരിച്ചത് ബീഹാർ സ്വദേശി ഗിഡു കുമാർ, പശ്ചിമ ബംഗാൾ സ്വദേശി രതൻ മണ്ഡൽ എന്നിവർ. 2 പേർക്ക് ഗുരുതര പരിക്ക്. റൈഫിൾ ക്ലബിന്റെ കോമ്പൗണ്ടിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം. കൊട്ടാരക്കരയിൽ പട്ടി ഓടിച്ചതിനെ തുടർന്ന് കനാലിൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. സദാനന്ദപുരം നിരപ്പുവിള സ്വദേശി യാദവ് കൃഷ്ണനാണ് മരിച്ചത്. വൈകുന്നേരം 7 മണിയോടെയായിരുന്നു അപകടം. തൃശൂർ നിമ്മണിക്കരയിൽ പനി ബാധിച്ച് 11 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. നിമ്മണിക്കര തട്ടിൽപിടിയത്ത് മെജോ സിജി ദമ്പതികളുടെ മകൾ കരോളിനാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കോഴിക്കോട് മുക്കത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ കുഴിയിലേക്ക് വീണ് 17-കാരി മരിച്ചു. കൊടിയത്തൂർ കാരാട്ട് സ്വദേശി ഫാത്തിമ ജാബിനാസ് ആണ് മരിച്ചത്. റോഡരികിലെ മക്കളുടെ കർമ്മവും ധർമ്മവും എല്ലാം പ്രേമത്തിന്റെ മധുരം നിറഞ്ഞതാണ്. ഇവിടെ തലയിലാണ് കല്ലുകൊണ്ട് ഏറുകൊണ്ടത്. സംഭവത്തിൽ ഹിമാചൽ സ്വദേശി ധനഞ്ജയ് കസ്റ്റഡിയിലാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇങ്ങനെ ASIയെ ആക്രമിക്കാൻ മാത്രം പ്രകോപനം എന്തായിരുന്നു? ശ്രീജ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയത് അറിഞ്ഞ് അവിടെ സ്ഥലത്തെത്തിയതായിരുന്നു പോലീസ്. അതിനിടയിലുണ്ടായ ബഹളത്തിലാണ് ASIക്ക് പരിക്കേൽക്കുന്നത്. ഈ ഹിമാചൽ സ്വദേശിയായ ധനഞ്ജയ് ആണ് ASI ഷിബി കുര്യോക്കോസിനെ ആക്രമിച്ചത്. കല്ല് വെച്ച് എറിയുകയായിരുന്നു. അത് തലയിൽ 7 സ്റ്റിച്ച് വേണ്ടി വന്ന വലിയ മുറിവാണ് ASIയുടെ തലയിൽ ഉണ്ടായിട്ടുള്ളത്. തൃക്കാക്കരയിലെ ASI ഷിബി കുര്യോക്കോസിന് നേരെയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ആക്രമണം ഉണ്ടായത്. പോലീസ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ സമയത്ത് എത്തിയപ്പോഴാണ് ASIയുടെ തലയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളി കല്ലെറിഞ്ഞത്. ASIയുടെ തലയിൽ ഇപ്പോൾ 7 തുന്നലുകൾ ഉള്ളതായാണ് വിവരം. ആലപ്പുഴയിൽ നിന്ന് നേരെ തിരിച്ചൊരു വാർത്തയാണ് വരുന്നത്. മദ്യപിച്ച് ഔദ്യോഗിക വാഹനം ഓടിച്ച DYSP അറസ്റ്റിലായിരിക്കുന്നു. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP V അനിൽകുമാറാണ് പിടിയിലായത്. ആലപ്പുഴ ചന്ദരൂരിൽ വെച്ച് അരൂർ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു ഇയാളുടെ യാത്ര. ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച ഔദ്യോഗിക വാഹനം ഓടിച്ചതിന് വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കും. കുഞ്ഞുമായാണ് DYSP മദ്യപിച്ച ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്തത്. പത്തനംതിട്ട റാന്നിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കൊല്ലം സ്വദേശി ആദർശാണ് മരിച്ചത്. കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിൽ കുടുങ്ങിയ ആദർശിനെ പുറത്തെടുത്തത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം S രാജേന്ദ്രന്റെ മകനാണ് ആദർശ്. ഇനി തിരികെ ദേശീയ രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ ഏറ്റവും
ആകാംക്ഷയുള്ളത് മണിപ്പൂരിൽ ബീരൻ സിംഗിന് പകരം ഇനി ആരായിരിക്കും എന്നതാണ്. കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയതിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചത്. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി BJP MLA-മാർ അടക്കം വോട്ട് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു രാജി. മണിപ്പൂർ നിയമസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനകൾ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. അതേസമയം മറ്റു ചില പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. സ്പീക്കർ സത്യബ്രത സിംഗ്, മുൻ സ്പീക്കർ YK സിംഗ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കമുള്ളത്. കലാപത്തിൽ മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ ബിരേൻ സിംഗിന്റെ രാജി ആവശ്യം പലതവണ ഉയർന്നതാണ്. അപ്പോഴെല്ലാം BJP ദേശീയ നേതൃത്വത്തിന്റെ ആശീർവാദത്തോടെ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിച്ചു. ഇപ്പോൾ BJPയിലെ ഒരു വിഭാഗം MLA-മാർ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചു. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 12 MLA-മാരാണ് ബിരേൻ സിംഗിനെതിരെ തിരിഞ്ഞത്. അവിശ്വാസ പ്രമേയ നോട്ടീസിന് പിന്നാലെ പാർട്ടി MLA-മാരുടെ യോഗം ബിരേൻ സിംഗ് വിളിച്ചെങ്കിലും ഒരു വിഭാഗം MLA-മാർ യോഗത്തിൽ പങ്കെടുത്തില്ല. അവിശ്വാസ പ്രമേയത്തെ BJP MLA-മാർ അനുകൂലിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. ഇതോടെ ബിരേൻ സിംഗിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. BJP അധ്യക്ഷൻ JP നദ്ദയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് രാജി തീരുമാനം. ഇംഫാൽ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറി. 60-അംഗ നിയമസഭയിൽ BJPക്ക് 32 MLA-മാരുണ്ട്. BJPയെ പിന്തുണച്ചിരുന്ന 7 അംഗങ്ങളുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി കലാപത്തോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് പിന്തുണ പിൻവലിച്ചിരുന്നു. 2 അംഗങ്ങളുള്ള കുക്കി പീപ്പിൾസ് അലയൻസും പിന്തുണ പിൻവലിച്ചിരുന്നു. നിലവിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും BJP MLA-മാർ തന്നെ അവിശ്വാസത്തെ അനുകൂലിച്ചാൽ ഉണ്ടാകുന്ന അപകടം തിരിച്ചറിഞ്ഞാണ് രാജി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിലും മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകൾ തുടരുകയാണ്. BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമായിരിക്കും പക്ഷേ പ്രഖ്യാപനം. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ ഇതേക്കുറിച്ച് ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമാകും തീരുമാനം. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമായാൽ BJP MLA-മാരുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. ഇതിനിടെ വിവിധ അഭ്യൂഹങ്ങൾ ശക്തമാണ്. ന്യൂഡൽഹി സീറ്റിൽ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ, രജൌറി ഗാർഡിൽ നിന്നുള്ള MLA മഞ്ജീന്ദർ സിംഗ് സിർസ എന്നിവർ ഇന്നലെ JP നഡ്ഡയെ സന്ദർശിച്ചിരുന്നു. വളരെ നിർണായകമായ ഒരു സന്ദർശനത്തിന് പുറപ്പെടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് ഇന്ന് ഉച്ചയ്ക്കാണ് നരേന്ദ്രമോദി തിരിക്കുന്നത്. പാരീസിൽ നടക്കുന്ന ആക്ഷൻ ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അധ്യക്ഷം വഹിക്കും. US വൈസ് പ്രസിഡന്റ് JD വാൻസും ചൈനയുടെ വൈസ് പ്രധാനമന്ത്രി ഡിങ് സൂക്സിയാങ്ങും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മോദി മാക്രോൺ പ്രത്യേക ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തമാക്കുന്നതിൽ ധാരണയാകും. 12, 13 തീയതികളിലാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. ഡൊണാൾഡ് ട്രംപ് 2ാം തവണ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനം കൂടിയാണ്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുകയും അത് വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിനും പ്രത്യേകതകളേറെയുണ്ട്, പ്രാധാന്യമേറെയുണ്ട്. കാസർഗോഡിന് പിന്നാലെ തൃശൂരിലും CPM ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കുമൊക്കെ എതിരെ വിമർശനങ്ങൾ ഉയരുന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചതായി CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിൽ വിമർശനം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു വീട്ടമ്മമാർക്കുള്ള പെൻഷൻ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിലും അതും നടപ്പാക്കാനായില്ല. പ്രകടന പത്രികയിലെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ജനം വാഗ്ദാന ലംഘനമായി കരുതും. 2ാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പാക്കണമെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യമുന്നയിച്ചു. കരുവന്നൂർ തട്ടിപ്പിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കരുവന്നൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിഞ്ഞ ഘട്ടത്തിൽ നേതൃത്വം ഇടപെടാത്തതെന്ത് എന്നായിരുന്നു ചോദ്യം. നേതൃത്വത്തിന്റെ മൗനം കരുവന്നൂരിൽ ദുരന്തം സൃഷ്ടിച്ചതായും പ്രതിനിധികൾ വിമർശിച്ചു. കുവൈറ്റിന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PK ഫിറോസ് നൽകിയ അഭിമുഖം വലിയ വലിയ ചർച്ചകൾക്ക് ഇടവെക്കുന്നുണ്ട്. വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിൽ ലീഗിനകത്ത് മാറ്റമുണ്ടാവുമെന്നാണ് ഫിറോസ് പറയുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ടാകും. വനിതാ പ്രാതിനിധ്യം ഇല്ല എന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നതായും PK ഫിറോസ് പറഞ്ഞു.
മത സംഘടനയല്ല മുസ്ലിം ലീഗ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രതീക്ഷയിലൂടെ ചോദിക്കുന്നത്. BJP പോലത്തെ ഒരു പാർട്ടി ശക്തമായിട്ട് മുന്നിലോട്ട് വരികയാണ് എന്ന് നിങ്ങൾ പോലും ആശങ്കപ്പെടുമ്പോൾ ഞങ്ങളിത് രാഷ്ട്രപതിയായിട്ട് നിർത്തുന്ന ഒരു സ്ത്രീയാണ് എന്നതടക്കം അവിടം തൊട്ട് അവർക്ക് പഞ്ചായത്ത് തലം വരെ പറയാൻ പറ്റും. ലീഗിൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഒരു നോട്ടീസിൽ പോലും ഒരു സ്ത്രീയുടെ പടം പോലും ഉണ്ടാവാറില്ല. രണ്ടും രണ്ട് കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ ഒന്ന് BJP സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അല്ല, അവരെല്ലാവരെയും മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കുറച്ച് സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് BJPയുടെ മുഖം നന്നാകും, മുഖം മിനുക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്താൽ പിന്നെ പുള്ളിയുടെ വരം അയച്ചതുകൊണ്ട് സ്വഭാവം നമുക്കൊരിക്കലും ലീഗിനകത്ത് മാറ്റം ഉണ്ടാവണം. ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. അത് വളരെ ഒരു നല്ല ക്രിറ്റിസിസമാണ്. അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം, റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം, സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായങ്ങൾ പറയാവുന്ന വേദികളിലൊക്കെ പറയാറുണ്ട്. ലീഗിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ തലമുറ മാറ്റത്തിലേക്ക് കൂടിയാണ് ലീഗ് കടക്കുന്നതെങ്കിൽ ഇനി ഉറ്റുനോക്കുന്ന പേരുകളിൽ ഒരുപക്ഷെ പുതിയ മുഖങ്ങൾ വരുമോ? ആ പുതിയ മുഖങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ ഇപ്പോൾ കഴിഞ്ഞ തവണ ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് ജയിക്കാൻ പറ്റിയില്ല. വരും കാലങ്ങളിൽ കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരവേദിയിൽ അടക്കം അത് ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നിയമസഭയിൽ ഇന്ന് ബജറ്റ് അവതരണത്തിന് ശേഷം നിയമസഭ ഇന്ന് പുനരാരംഭിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ആ വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ഇല്ലാതാകുന്നത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ട് അത് തുടരട്ടെ എന്ന നിലപാടാണ് ഗവൺമെന്റ് എടുത്തത്. അത് വൈദ്യുതി ഇല്ലാതായാലുള്ള പ്രയാസം ആലോചിച്ചുകൊണ്ടാണ്. അത് തുറന്നു വരുമ്പോഴാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന കരാർ റദ്ദാക്കുന്ന നടപടിയെടുത്തത്. അതിനെതിരെ ഗവൺമെന്റ് ആകാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത. ഡോക്ടർ ജയരാജ് സാർ, അങ്ങ് മുതിർന്ന ആളല്ലേ? സാർ, എന്റെ ചോദ്യം, ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റുകളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി അതിൽ കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിലൂടെ നടപ്പാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഉപഭോക്താക്കൾക്കും വൈദ്യുതി ബോർഡിന് എന്താണ് ഉണ്ടാകുന്ന പ്രയോജനം എന്നുള്ളതാണ് എന്റെ ചോദ്യം. ചോദ്യം മനസ്സിലായി? ഈ ഡൊമസ്റ്റിക് സോളാർ പ്ലാന്റുകളിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി, ആ വൈദ്യുതി സ്വാഭാവികമായി തന്നെ ഇത് കേന്ദ്രീകൃതമായ സംവിധാനത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളതാണ് ചോദ്യം. വീടുകളിലെ വൈദ്യുതിയുടെ എക്സസ് ആയിട്ട് വരുന്ന വൈദ്യുതി അത് ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. വീടുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എക്സസ് വൈദ്യുതി ഇപ്പൊ തന്നെ ഗ്രിഡിൽ അത് കൊടുക്കുന്നുണ്ട്. അതിനിപ്പോ വൈകുന്നേരം കൂടി സൗകര്യം കിട്ടാവുന്ന രീതിയിൽ ബാറ്ററി സ്റ്റോറേജും പമ്പ്ഡ് സ്റ്റോറേജും വയ്ക്കാനുള്ള ഒരു നടപടിക്രമങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാറ്ററി സ്റ്റോറേജ് ഇപ്പൊ തന്നെ 250 മെഗാവാട്ടിന്റെ സ്റ്റോറേജിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. അത് താങ്കൾ തന്ന നിർദ്ദേശം പരിശോധിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ വളരെ അവ്യക്തതയോടുകൂടിയാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്കാണ് 25 വർഷത്തേക്കുള്ള വൈദ്യുതി കരാർ ഉണ്ടാക്കിയത്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 7 വർഷം തുടർച്ചയായിട്ട് അതേ റേറ്റിൽ വൈദ്യുതി വാങ്ങിച്ചു. ഇപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതോറിറ്റിയിൽ ആരൊക്കെയാണ്? നേരത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന ശ്രീ MM മണി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി, CPMന്റെ അവിടുത്തെ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ആൾ, ഇവരൊക്കെയാണ് റെഗുലേറ്ററി അതോറിറ്റിയിൽ. ഇവരിത് റദ്ദാക്കിയിട്ട് സാർ 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് മേടിക്കാനുള്ള വൈദ്യുതി മാറ്റിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചത് 8 രൂപ മുതൽ 14 രൂപ 30 പൈസ വരെ ഒരു യൂണിറ്റ് വൈദ്യുതിക്കാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 15-20 കോടി രൂപ വൈദ്യുതി ബോർഡ് നഷ്ടത്തിൽ പോകുന്നു. നേരത്തെ 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്ന വൈദ്യുതി ബോർഡിന് 45,000 കോടി രൂപയുടെ നഷ്ടമായി വർദ്ധിച്ച് അത് മുഴുവൻ പാവപ്പെട്ടവരുടെ തലയിൽ വൈദ്യുതി ചാർജായിട്ട് കെട്ടിവെച്ച് 7,500 കോടി രൂപ ഈടാക്കുന്നത് ശരിയാണോ സാർ? മിനിസ്റ്റർ അല്ല സാർ, താങ്കൾ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. അത് സാങ്കേതികമായി
അവിടെ ടെൻഡർ ഇല്ലാതെ വിളിച്ചു പറഞ്ഞിട്ടാണ് അത് റദ്ദ് ചെയ്തത്. അല്ലാതെ സാങ്കേതികമായുള്ള പ്രശ്നം കൊണ്ടാണ്. അതിനെതിരായി അപ്പീൽ പോയി. അപ്പീൽ ഇപ്പോൾ സർക്കാർ തന്നെ ഈ അത് നഷ്ടമാണെന്നുള്ള നിലയ്ക്ക് സുപ്രീം കോടതി വരെ പോയി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? ഞാൻ പറഞ്ഞതിലൊരു വ്യത്യസ്തത അതിലില്ല. യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം വേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം ഇല്ലാതെയാണ് നേരത്തെ 2011-16 കാലത്തെ സർക്കാർ ഈ കാര്യത്തിൽ ഉത്തരവിട്ടത്. ആ ഉത്തരവ് പ്രകാരം വൈദ്യുതി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കരാറിൽ തന്നെ അതിന്റെ മറ്റ് സാങ്കേതിക വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യം ഇപ്പം നമ്മൾ തമ്മിലില്ല. അത് കരാറിൽ തന്നെ സ്വാഭാവികമായിട്ടും എതിർക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. കാരണം ഈ വൈദ്യുതി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈദ്യുതി നമുക്ക് ആവശ്യമാണ്. അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷനാണല്ലോ. ആ കമ്മീഷൻ ഇത് റദ്ദ് ചെയ്യുന്ന നിലയെടുത്തു. അത് അംഗീകരിക്കുകയല്ല സർക്കാർ ചെയ്തത്. അതിനെതിരെ നിലപാടെടുത്തു. സർക്കാർ തന്നെ, മന്ത്രിസഭ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുത്തു. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ നിയമ പോരാട്ടത്തിലുമാണ്. നിയമസഭയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പട്ടാമ്പി നേർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ പറയുന്നുണ്ടായിരുന്നു. 111-ാം നേർച്ചയാണ്, വലിയ ആഘോഷമായിട്ടാണ് നടത്തുന്നത്, ഒരുപാട് ആനകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഉത്സവത്തിന് ഇടെ എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പട്ടാമ്പിയിലും അതെ, നേർച്ച ആഘോഷത്തിനിടെ ആനയിടഞ്ഞു. സമീപത്തെ സ്കൂൾ ഗേറ്റ് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി ഗുരുതരമായി പരിക്കേറ്റു. നിരവധി പേർ തിക്കിലും തിരക്കിലും പെട്ട് വീണെങ്കിലും ഭാഗ്യവശാൽ കാര്യമായ പരിക്കില്ല. നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജസംഗമം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന ആനകളിൽ ഒന്നാണ് ഇടഞ്ഞോടിയത്. എം വിഷ്ണു വിവരങ്ങളുമായി പട്ടാമ്പിയിൽ നിന്ന്. വിഷ്ണു, എം വിഷ്ണു വിവരങ്ങളുമായി. വിഷ്ണു, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിലാണ് കൂറ്റനാട് നേർച്ച കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന ആന ഇടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊല്ലുന്ന അവസ്ഥയുണ്ടായി. അതിനുശേഷം ഇതാ പട്ടാമ്പിയിലും വലിയ ആഘോഷമായിട്ട് നടന്നതാണ്. പക്ഷേ അത് അവസാനം ഇങ്ങനെ ഭീതിയിലും ആശങ്കയിലുമൊക്കെ കലേശിക്കുകയാണ് ഉണ്ടായത്. പട്ടാമ്പിയിൽ എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട്? ശ്രീജ, ഇന്നലെയാണ് 111-ാം ചരിത്രപ്രസിദ്ധമായ 111-ാം പട്ടാമ്പി നേർച്ച ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ ശാന്തമായ രീതിയിൽ സമാധാനപരമായാണ് നേർച്ച നടന്നു പോയിരുന്നത്. ഈ കൂറ്റനാട് ഉണ്ടായ സംഭവത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കെ ഓരോ ഇലക്ഷനും, അതിനു മുൻപുള്ള ഓരോ ചെറിയ ഇലക്ഷനും വലിയ പ്രധാനപ്പെട്ടതായാണ് രാഷ്ട്രീയ കക്ഷികളൊക്കെ കാണുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ ശ്രീവരാഹം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പ്രചാരണം സജീവമാക്കുകയാണ് മുന്നണികൾ. ഇടത് തട്ടകമായ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പ്രമുഖരെ പ്രചാരണത്തിന് ഇറക്കി ശ്രമിക്കുകയാണ് BJP UDF. വരുന്ന 24-നാണ് ഉപതെരഞ്ഞെടുപ്പ്.
CPI നേതാവും ശ്രീവരാഹം വാർഡ് കൗൺസിലറുമായിരുന്ന വിജയകുമാറിന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ വോട്ടുകൾ നേടി ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് സ്ഥാനാർത്ഥിയായ വി ഹരികുമാർ. 100% പ്രതീക്ഷയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാരമ്പര്യമായിട്ടുള്ള സീറ്റാണ് ശ്രീവരാം വാർഡ്. ആ വാർഡ് ഈ പ്രാവശ്യം വീണ്ടും ശ്രീവരാഹത്തിന്റെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ജനങ്ങളുടെ കൂടെയാണ്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, ഞങ്ങളെ വിജയിപ്പിക്കും. അപ്പം ഞങ്ങളെല്ലാ നേതാക്കന്മാരും രംഗത്തുണ്ട്. ഞങ്ങൾ സജീവമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാവരും ഈ വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഞാൻ വിജയിക്കുമെന്നുള്ള ഉറപ്പാണ്. ശ്രീവരാഹം തിരിച്ചുപിടിക്കാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയാണ് UDFന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. പ്രമുഖ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കുന്നതിലൂടെ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി സുരേഷ് കുമാർ. തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പിലെ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDFനെ വിജയിപ്പിക്കും ഇവിടുത്തെ ജനങ്ങൾ. തീർച്ചയായിട്ടും ജനങ്ങള് ഏത് രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി അവസരം കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസരം സർക്കാരും കോർപ്പറേഷനും ഉണ്ടാക്കിക്കൊടുത്തതിൽ നമ്മുടെ ജനം സന്തോഷിക്കുകയാണ്. ഈ അവസരം UDFന് അനുകൂലമായി വരികയും തീർച്ചയായിട്ടും 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥി R മിനിയും ഇത്തവണ വിജയമുറപ്പിച്ചാണ് പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. ഉറപ്പിച്ചു തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇത് തന്നെ എല്ലാവരും പറയുന്നത്. അതാണ് സംശയം. മത്സരം കടുത്തതാകും. ഇത്തവണ അങ്ങനെ ഒരു ഞങ്ങളുടെ അനുകൂലമാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ നല്ല ആത്മവിശ്വാസത്തോടു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കരയോഗത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ആ ഒരു ചെറിയ ഒരു ഇതിലാണ് 200 വോട്ടിനാണ് അന്ന് എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത്. അതിന് മുമ്പിലത്തെ തവണ 395 വോട്ടോടു കൂടിയാണ് ഞാൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ജയിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിൻ റിഫൈനറിയിലെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിലെയും വിഷപ്പുക ശ്വസിച്ച് ജീവിക്കുകയാണ് അയ്യൻകുഴി നിവാസികൾ എത്രയോ കാലമായി. അവർക്ക് അനുകൂലമായി ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. സ്ഥലത്ത് വായുവിലും വെള്ളത്തിലും ഗുരുതരമായ രോഗങ്ങൾക്കിടയാക്കുന്ന പദാർത്ഥങ്ങൾ ഉണ്ടെന്നും അവിടെ ശബ്ദ മലിനീകരണം രൂക്ഷമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അയ്യൻകുഴി നിവാസികൾ നടത്തുന്ന സമരം 87 ദിവസം പിന്നിട്ടു. അയ്യൻകുഴിയിലെ മലിനീകരണത്തിന്റെ തോത് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ 30 ദിവസമായി സ്ഥലത്തെ വായുവും വെള്ളവും ശബ്ദവും പരിശോധിച്ചു. അയ്യൻകുഴി വാസയോഗ്യമല്ലെന്ന് പരോക്ഷമായി റിപ്പോർട്ടിൽ പറയുന്നു. വായുവും വെള്ളവും ഗുരുതര രോഗത്തിന് കാരണമാകും വിധം മലിനമായി. ശബ്ദ മലിനീകരണം രാത്രിയോ പകലോ എന്നില്ലാതെ രൂക്ഷം. ജനവാസ മേഖലയിൽ അനുവദനീയമായ ശബ്ദപരിധി 45 ഡെസിബൽ എന്നിരിക്കെ അയ്യൻകുഴിയിൽ അത് 61 മുതൽ 69 ഡെസിബൽ വരെ. തങ്ങൾക്ക് അനുകൂലമാകുന്ന റിപ്പോർട്ട് വന്നിട്ടും അയ്യൻകുഴി നിവാസികളുടെ ആശങ്ക മാറുന്നില്ല. ഇനി ഇതിനകത്ത് എന്തൊക്കെ ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് കണ്ടെത്താനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, ഇപ്പം നമുക്കത് കാരണം ഒരു കാര്യങ്ങൾ തുടർന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ അന്ന് 80 പേരെ പരിശോധിച്ചാൽ 40-ലധികം പേർക്ക് ശ്വാസകോശ രോഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ ഇത് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് ഇത് വന്നത്. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് അത് ഉണ്ടായെന്നുള്ളത് തെളിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ വേണമെങ്കിൽ ഇനിയൊരു മെഡിക്കൽ വേണമെങ്കിൽ വയ്ക്കും. അപ്പോൾ ഇവർക്ക് സമയം നീട്ടിക്കൊണ്ടുപോകാനുള്ളൊരു സമയം, അത് കാരണം ഞങ്ങൾക്കത് പറയാൻ പേടിയാണ്. നമ്മളെന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീണ അതേ കയറി തൂങ്ങാനിരിക്കുന്നവരാണ് ഈ കളക്ടറും. അല്ലാണ്ട് നമ്മളെ രക്ഷിക്കണമെന്നുള്ളതല്ല. പുനരധിവാസം ഉറപ്പാക്കുന്നതുവരെ അയ്യൻകുഴി നിവാസികൾ നടത്തുന്ന സമരം 87 ദിവസം പിന്നിട്ടു. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ റിഫൈനറിയുടെയും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ഇപ്പോഴും ദുരിതജീവിതം നയിക്കുകയാണ് അയ്യൻകുഴി നിവാസികൾ. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കിളിയൂരിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ ദുർമന്ത്രവാദം നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം. പ്രതി പ്രജിന്റെ അമ്മ ഉൾപ്പെടെയുള്ള കുടുംബമാണ് ഇക്കാര്യം പോലീസിനെ അറിയിച്ചത്. പ്രജിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഇതിനെ തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധങ്ങളും മുടിയും ബിംബങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അച്ഛൻ ജോസിനെ മകൻ പ്രജിൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, അതൊരു കുടുംബ തർക്കം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അച്ഛനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന് പിന്നിൽ, ആ കൊലപാതകത്തിന് പിന്നിൽ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഉണ്ട് എന്നതാണോ ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ? അങ്ങനെ തന്നെ നമുക്ക് വായിക്കാം. കാരണം
ഈ ആദ്യം ഈ ഒരു വിവരം അറിയുന്നത് തനിക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തനിക്ക് ഒരുവിധ സ്വാതന്ത്ര്യം നൽകാതെ ഇട്ടിരിക്കുന്ന കൊണ്ട് തന്റെ അച്ഛനെ കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയോടുകൂടിയായിരുന്നു ഈ പറയുന്ന കൊല്ലപ്പെട്ട ജോസിന്റെ മകൻ പ്രജിൻ ജോസ് വെള്ളറട സ്റ്റേഷനിൽ കീഴടങ്ങുന്നത്. കൃത്യത്തിന് ശേഷം കഴിഞ്ഞ 5-ാം തീയതി രാത്രിയായിരുന്നു ഈ ഒരു സംഭവം. പക്ഷെ പുറം ലോകവും അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചു വന്നിരുന്നത്. കാരണം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു MBBS വിദ്യാർത്ഥിക്ക് ഉണ്ടായ ഒരു ദുരനുഭവമാണ് അദ്ദേഹം ഇതിലൂടെ തീർത്തതെന്നുള്ള ഒരു കേൾക്കൽ പോലെ നിൽക്കുകയായിരുന്നു. പക്ഷേ 2 ദിവസത്തിന് മുമ്പ് ഈ കുടുംബാംഗങ്ങൾ അയാളുടെ റൂം പരിശോധിച്ചപ്പോഴും ഒപ്പം അമ്മയിൽ നിന്ന് സുഷമ്മ അമ്മയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമാണ് പുറം ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. അന്ന് പ്രാഥമിക പരിശോധനയിലൊക്കെ ഈ പറയുന്ന ഇയാളുടെ റൂം പരിശോധിച്ചു പോയതൊഴികെ ഇതിലേക്ക് പോയില്ല. പക്ഷെ കൂടുതൽ നോക്കിയപ്പോൾ ഈ പറയുന്ന ഇയാൾ കുറിച്ചു വെച്ചിരുന്ന ചില കുറിപ്പുകളും ഇയാളുടെ ചില ബന്ധങ്ങളിലേക്ക്, ചില ആഭിചാര കർമ്മ ബന്ധങ്ങളുള്ള ആൾക്കാരിലേക്ക് സൂചന നൽകുന്ന തരത്തിലുള്ള ചില രേഖകളൊക്കെ ഇവർക്ക് സംശയമുണർത്തി വീട്ടുകാർക്ക്. ഒപ്പം ചില ആയുധങ്ങളും ഒപ്പം ചില ബിംബങ്ങളും ഒക്കെ അവിടെ കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ കൂടുതൽ ആശങ്ക വളർത്തി. ഈ അയാളുടെ വാഷ്റൂമിൽ അയാളുടെ മുടി ധാരാളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഒരു MBBS വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരു വിദ്യാസമ്പന്നന്, ഒപ്പം ഈ പറയുന്ന സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തോട് കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാറി ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ കുടുംബാംഗങ്ങൾക്കും ആശങ്ക വന്നു. അത് തന്നെയാണ് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പുറം ലോകത്തെ അറിയിച്ചിരുന്നത്. അത് കൂടുതൽ ആശങ്ക വന്നു. എന്തായാലും അതിനെ തുടർന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയും അച്ഛനും പീഡനങ്ങൾക്ക് ഇരയായിരുന്നു. ഇയാളുടെ നിരന്തരമായ പീഡനങ്ങൾക്കും ഇയാളാണ് ഇവരെ അടിച്ചമർത്തി സ്വാതന്ത്ര്യം നൽകാതെ ഇട്ടിരുന്നത്. കാരണം പ്രജിൻ താമസിച്ചിരുന്ന 2ാമത്തെ നിലയിലേക്ക് അച്ഛനോ അമ്മയ്ക്കോ സഹോദരിക്കോ പ്രവേശനമില്ലായിരുന്നു. അവിടെ അയാൾ പുറത്തിറങ്ങുന്ന സമയത്ത് പൂട്ടിയിട്ട് പോകുന്ന ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചാൽ പോലും അന്ന് പ്രശ്നങ്ങളോ മർദ്ദനമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വളരെ ഭീതിയോടെയാണ് പ്രജിന്റെ അമ്മ തന്നെ സംസാരിച്ചത്. എപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കും എന്നവർ ഭയപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നു. അതിലേക്ക് നയിച്ച മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ആ മുറി തുറന്നുള്ള പരിശോധനയിൽ അവിടെ കാണുന്ന വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിലായിരിക്കും ഇങ്ങനെ കൃത്യമായി എന്തായിരുന്നു കാരണമെന്നത് വ്യക്തമാവുക. കോഴിക്കോട് കാരശ്ശേരിയിൽ വീണ്ടും പുലി ഇറങ്ങിയതായി നാട്ടുകാർ. ഓട്ടോ ഡ്രൈവറാണ് പുലിയെ കണ്ടതായി വനംവകുപ്പിന് വിവരം അറിയിച്ചത്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. നേരത്തെ പുലിയെ കണ്ട പ്രദേശത്ത് തന്നെയാണ് ഇന്നും പുലിയെ കണ്ടത്. സംഭവം രാവിലെ ഉമ്മക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്. ഞാനെന്റെ ജ്യേഷ്ഠനാണ് പോകുന്ന സമയത്ത് വെള്ളത്തേപ്പാറ പാലത്തിന്റെ ആണ് നമ്മളെ മുക്കത്തേക്ക് തിരിയുമ്പോൾ ഒരു 100 മീറ്റർ 50 മീറ്റർ മാറിയിട്ടാണ് ഈ സാധനത്തിനെ കാണുന്നത്. അതായത് നല്ല സൈസുള്ള സാധനമാണ്. അതാണ് ഇങ്ങനെ പതുങ്ങി നിൽക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ അടുത്തെത്തിയപ്പോഴാണ് ഇങ്ങോട്ട് പൊന്തിയപ്പോൾ നല്ല സൈസ് ഉണ്ട് സാധനം. സംഭവം 99% പുലി തന്നെയാണ്. അത് മാറ്റില്ല. എന്തായാലും പൂച്ചല്ല, സംഭവം ഉറപ്പാണ്. അത് കാര്യത്തിൽ ഉറപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട മാതിരി തന്നെ ഇന്നും പുലിനെ കണ്ടിട്ടുണ്ട്. അവര് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ രാവിലെ 3:30 ആവും സമയത്ത് അതേ സ്ഥലത്ത് തന്നെ പുലി അവിടെ കിടക്കുകയാണ് കണ്ടത്. അതിന്റെ 2 ദിവസം മുന്നേ വീണ്ടും ഇതേമാതിരി ബാസിത്ത് പറഞ്ഞ ഒരാൾ, കപ്പാലുള്ള ഒരു ബാസിത്ത് കണ്ടിരുന്നു. നമ്മൾ ഈ വിവരങ്ങളൊക്കെ ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് ക്യാമറ വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഉണ്ടാക്കാന്നാ പറഞ്ഞ്. ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. കാരണം രാവിലെ നടക്കാൻ പോകുന്നവരും ടാപ്പിങ്ങിന് പോകുന്നവരും ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണിത്. തൃശൂർ അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന അവശതയിലെന്ന് തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. വെറ്റിലപ്പാറ സ്കൂളിന് സമീപമാണ് ആന ഇറങ്ങിയത്. ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയ്ക്കൊപ്പമാണ് പരിക്കേറ്റ ആന ഇപ്പോൾ സഞ്ചരിക്കുന്നത്. മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാലടി പ്ലാന്റേഷനിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. തൊഴിലാളിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പ്രസാദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ഡിവിഷൻ 13-ാം ബ്ലോക്കിലാണ് സംഭവം. ആന തൊഴിലാളിയെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിയുകയായിരുന്നു. കശുമാവിൻ തോട്ടത്തിൽ നിന്നിരുന്ന ആനയെ ഓടിക്കുന്നതിനിടെ പിന്നിൽ നിന്ന് വന്ന മറ്റൊരു ആനയാണ് പ്രസാദിനെ ആക്രമിച്ചത്. ഇനി വാർത്തകൾ വളരെ വിശദമായി വിശകലനം ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സമയമാണ്. രാവിലെയുടെ ഈ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ന്യൂസ് ടെൻസുമായി വിശദമായ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾക്കൊപ്പം അപർണ കുറുപ്പ് ചേരും. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പട്ടാമ്പി നേർച്ചയെക്കുറിച്ചുള്ള വാർത്തകൾ പറയുന്നുണ്ടായിരുന്നു. 111-ാം നേർച്ചയാണ്, വലിയ ആഘോഷമായിട്ടാണ് നടത്തുന്നത്. ഒരുപാട് ആനകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഈ ഉത്സവത്തിന് ഇടെ എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. പട്ടാമ്പിയിലും അതെ, നേർച്ച ആഘോഷത്തിനിടെ ആനയിടഞ്ഞു. സമീപത്തെ സ്കൂൾ ഗേറ്റ് എടുത്തു ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച മധ്യവയസ്കന്റെ കാലിലൂടെ കമ്പി തുളഞ്ഞു കയറി ഗുരുതരമായി പരിക്കേറ്റു. നിരവധി പേർ തിക്കിലും തിരക്കിലും പെട്ട് വീണെങ്കിലും ഭാഗ്യവശാൽ കാര്യമായ പരിക്കില്ല. നേർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന ഗജസംഗമം കഴിഞ്ഞ്